ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂരുള്ള ഒല്ലൂർ ഇടവകയിലുള്ള സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലാണ്. അപ്പം ഞങ്ങൾക്ക് ഈ പള്ളിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അമ്മയുടെ ഇടവകയാണ്, ലിയോൻ്റെ അമ്മച്ചിയുടെ ഇടവകയാണ്. അപ്പോൾ അമ്മയുടെ അനിയത്തി അൽഫോൻസ് മേമയാണ് ഞങ്ങളെ പള്ളി കാണിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. ആൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾക്ക് ഈ പള്ളിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത് അമ്മേൻ്റെ ഒരു ബ്രദറുണ്ട്, ലൂയിസ് അച്ഛൻ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പള്ളീനെക്കുറിച്ചുള്ള ഫുള്ള് കാര്യങ്ങളും തന്നെ ആൾ പറഞ്ഞ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണാം. പിന്നെ ഒല്ലൂർ പള്ളിയുടെ വേറൊരു പ്രത്യേകത, ഇത് ഒത്തിരി പഴയൊരു പള്ളിയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ചിത്രപ്പണികളും കൊത്തുപണികളൊക്കെ ആ പഴയ രീതിയിൽ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. 1718 ഈ പള്ളി പണിതിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുള്ളത് പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു കുരിശും തൊട്ടിയുണ്ട്. അവിടെ നിന്ന് നമുക്ക് നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ അൽഫോൻസ് മേമ. ആളാണ് ഞങ്ങളെ പള്ളി കാണിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അവരുടെ ഇടവക ആയതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടും അല്ലെങ്കിൽ ഉത്സാഹത്തോടും കൂടിയാണ് ആൾ നമ്മളെ പള്ളിയെല്ലാം കാണിക്കാനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും. ആൾ നല്ല ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഏതൊക്കെ നാടുകൾ ചുറ്റിയാലും പോയാലും വന്നാലും ഒക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ ഇടവക നമ്മുടെ പള്ളിയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണത്. അച്ഛൻ അപ്പോൾ ഞങ്ങളിന്ന് പള്ളിയിൽ പോയി. അപ്പോൾ പള്ളിയുടെ കുറച്ച് ചരിത്രം അറിയണം. അപ്പം ഞാൻ അവിടെ എഴുതി വെച്ചത് കണ്ടു, 1718 മുതലാണ് ഈ പള്ളി സ്ഥാപിച്ചത്. ഇന്നത്തെ ബിൽഡിങ്ങിന് അത്ര പഴക്കമില്ലെങ്കിലും ആ സ്ഥാപിച്ചതിന് ശേഷം ഉണ്ടായതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. മാത്രമല്ല ഞാൻ പിന്നെ കേട്ടത് വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ പ്രതിഷ്ഠയാണ്. സെയിൻറ്റ് ആൻ്റണിയുടെ പേരിലാണ് ആ ചർച്ച്. അപ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, ആ പ്രതിമ എവിടെ നിന്ന് കിട്ടി, എങ്ങനെയാണ് ആ പ്രതിഷ്ഠ അവിടെ ഉണ്ടായത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് ആദ്യം ഒല്ലൂർ ഇടവക എന്ന് പറയുന്ന ഇടവക ഉണ്ടായിരുന്നില്ല. അത് പഴൂലിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒല്ലൂർ ഇടവക പഴൂലായിരുന്നു ഒല്ലൂരിൻ്റെ ഇടവക. അങ്ങനെ 8 ക്രിസ്തീയ കുടുംബങ്ങളാണ് ഒല്ലൂരുണ്ടായിരുന്നതാണ് അന്നത്തെ ചരിത്രം പറയുന്നത്. അവരുടെ തറവാട്ടുപേരാണ് ചിറമൽ. അന്ന് അവർക്ക് എല്ലാ പ്രൗഢിയും അധികാരവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് പഴുവിൽ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് പോകാമെന്ന് ടൈം പീസോ ക്ലോക്കോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടുന്ന് ഈ നാട്ടുപ്രമാണിയുടെ ഭാര്യ കുർബാനയ്ക്ക് പോയി. അന്ന് നല്ല മഴയുള്ള സമയമായിരുന്നു, മഴക്കാരായിരുന്നു. ആ സമയത്ത് സമയം തെറ്റിപ്പോയി. പഴുവിൽ ചെന്നപ്പോൾ അവിടുത്തെ കുർബാന കഴിഞ്ഞു. അവിടുത്തെ പള്ളിയിലെ കപ്പിയാർ പള്ളി അടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. അന്നേരമാണ് ഈ സ്ത്രീ അവിടെ കയറി ചെല്ലണത്. ചെന്ന് കഴിഞ്ഞപ്പോൾ കപ്പിയാർ ഒരു ഹാസ്യരൂപേണ പറഞ്ഞു, കുർബാനയ്ക്ക് നിങ്ങളുടെ സമയത്ത് വന്നാൽ പോരാ, പള്ളിയിലെ സമയത്ത് വരണം, പോ പള്ളി അടയ്ക്കാറായി എന്ന് പറഞ്ഞു. ഇത് വലിയൊരു അഭിമാനക്ഷതമായി കണ്ട ഈ ചെറുമൽ കുടുംബത്തിലെ ആ സ്ത്രീ തിരിച്ച് വീട്ടിൽ വന്ന് സ്വന്തം ഭർത്താവിനോട് പറയാണ്, അടുത്ത ഞായറാഴ്ച എനിക്ക് കുർബാന കൂടണം, അത് ഒല്ലൂരായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അത് അവരുടെ അധികാരവും മറ്റും ആയിരിക്കാം. പക്ഷെ അതിനു വേണ്ടിയുള്ള പ്രയത്നം നടത്തിക്കൊണ്ട് ഇപ്പോൾ പഴയ സിമിത്തേരി നിൽക്കുന്ന സ്ഥലത്ത്, ഇപ്പോഴത്തെ സിമിത്തേരി നിൽക്കുന്ന സ്ഥലത്ത് ഓല കൊണ്ടൊരു ഷെഡ് കെട്ടി അതിൽ കുർബാന തുടങ്ങി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒല്ലൂര് ഒരു പള്ളി വേണമെന്നുള്ള ആവശ്യം എല്ലാവർക്കും തോന്നിയതിന് ശേഷം അവിടെ നിന്ന് കൊച്ചു മഹാരാജാവിൻ്റെയും ശക്തൻ തമ്പുരാൻ്റെയും കൽപ്പന വാങ്ങിച്ച്, കോഴിക്കോട് സാമൂതിരിയുടെയും കൂടെ കൽപ്പന വാങ്ങിച്ച് ഇവിടെ ഒല്ലൂര് പള്ളിപ്പണി ആരംഭിക്കുകയാണ്. ഈ പള്ളിപ്പണി ആരംഭിച്ച് ചെറിയൊരു പള്ളിയായിട്ട് തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ സിമിത്തേരി ആയിട്ട് ഉപയോഗിച്ചത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന ഈ ശരിയായിട്ട് ഇപ്പോഴത്തെ വലിയ പള്ളി സ്ഥാപിക്കുന്നത്. ഈ പള്ളി സ്ഥാപിക്കുമ്പോഴും അതിനകത്ത് വലിയൊരു ചരിത്രം ഉണ്ടെന്നാണ്, വലിയൊരു കഥയുണ്ടെന്നാണ് ചരിത്രം പറയണത്. കാരണം ഈ പള്ളി സ്ഥാപിച്ചോടു കൂടിയിട്ട് പഴുവിലുകാരും ഒല്ലൂക്കാരും തമ്മിൽ മാനസികമായിട്ട് അകൽച്ചയായി. അപ്പോൾ ഒല്ലൂരിൻ്റെ പ്രൗഢിക്കനുസരിച്ചുള്ള വാശി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുവിലെ പള്ളിയുടെ അതേ വലിപ്പത്തിലും അതേ മോഡലിലും ഒരു പള്ളി ഒല്ലൂര് വേണമെന്നുള്ളതാണ്. പക്ഷേ ദൈവഹിതം എന്ന് പറയട്ടെ, ഇവിടെ നിന്ന് ഒരു മൂത്താശാരി എന്ന് പറയാം, കാരണം വലിയൊരു തച്ചനെ ഇവിടെ നിന്ന് കൊണ്ടുപോവാണ് പഴുവിലേക്ക്.
പഴുവിലേക്ക് കൊണ്ടുപോയിട്ട് പഴുവിൽ പള്ളിയുടെ അളവെടുപ്പിക്കുകയാണ്. പക്ഷെ അളവെടുപ്പിക്കുമ്പോൾ അതിലൊരു വലിയ അതിശയം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം പള്ളിയുടെ പുറം അളവെടുത്തു. അതാണല്ലോ എടുക്കാൻ എളുപ്പവും സാധിക്കുന്നു. ചുമരെല്ലാം വന്ന് അടിത്തറ വാങ്ങി ചുമര് കെട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ പറയുന്ന ശീലാന്തി എന്ന് പറയുന്നൊരു തട്ടുണ്ട്. ഈ തട്ട് വയ്ക്കാൻ സമയത്താണ് ഈ മൂത്താശാരിക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് തോന്നിയത്. കാരണം പഴുവൂർ പള്ളിയുടെ പുറമളവ് ഈ ഒല്ലൂർ പള്ളിയുടെ ഉള്ളിലളവായി മാറി. അപ്പോൾ ഈ മരം എല്ലാം പുറത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം മേലെ ചുമര് കെട്ടിക്കഴിഞ്ഞിട്ട് മരം ശരിയാക്കി വെക്കാന്നുള്ളതിലല്ല, മരം എല്ലാം റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഈ മരം കയറ്റുന്ന സമയത്താണ് ഈ മരം പള്ളിയുടെ അകത്തേ ഇരിക്കുകയുള്ളൂ. കാരണം അളവിൽ വന്ന ഒരു വ്യത്യാസം. അപ്പോൾ ആ ആശാരിയുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് 2 ആനത്തല എടുക്കുക, ആനത്തല ഉണ്ടാക്കുക. അന്ന് അത്രയും നിപുണരായ കുത്തുപണിക്കാരും കരകൗശലക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വലിയ മരം കൊണ്ട് ആനയുടെ തല കൊത്തിവെച്ച് ഈ ചുമരിനകത്ത് കയറ്റി വെച്ച് മേലെ ഈ ശീലാന്തി കയറ്റി വെച്ചു. അപ്പോൾ അത് ഈ സമയത്ത് നോക്കിയപ്പോൾ അത് വലിയൊരു കലയായി മാറി, പുരാതന കലാകാരന്മാരുടെ വലിയൊരു കഴിവായി മാറി. അത് ഇന്നും മരം അതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് പള്ളിയുടെ പണിയുടെ ഓരോ കാര്യങ്ങളും പുരോഗമിച്ച് അതിൻ്റെ ആൾട്ടർ, ബലിപീഠം, ആൾത്താര കാണുന്നത് എല്ലാം തന്നെ മരങ്ങളെ കൊണ്ടുള്ള കൊത്തുപണികൾ, എല്ലാം മരം. അതുപോലെ തന്നെ ഈ 300 കൊല്ലം മുമ്പേ വരച്ച ബലിപീഠത്തിൻ്റെ ഒരു ചിത്രം ബലിപീഠത്തിൻ്റെ മുകളിൽ കാണാം. അത് സ്വർഗലോകത്തിൻ്റെ ചിത്രമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഒക്കെ ഇരിക്കുന്ന അത് പെയിൻറ്റിങ്, അതിപ്പോഴത്തെ കാലത്തുള്ള പെയിൻറ്റിങ് അല്ല. അതുകൊണ്ട് അത് പുരാവസ്തു സംരക്ഷകർ അത് ഏറ്റെടുത്തിട്ട് ഇനി അത് പെയിൻറ്റ് സംബന്ധമായ ഒരു വർക്കുകളും ചെയ്യരുത് എന്ന് അവർ പറഞ്ഞ് പുരാവസ്തുവിൻ്റെ കസ്റ്റഡിയിലാണ്. അതിന് വലതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രസംഗപീഠം എന്ന് പറയുന്ന ഒരു പുഷ്പക കൂടുണ്ട്. ആദ്യകാലത്ത് മൈക്കും കാര്യങ്ങളും ഇതൊന്നും ഉണ്ടാകാതിരുന്ന കാലത്ത് പള്ളിയിലുള്ള വിശ്വാസികൾക്ക് കേൾക്കാൻ വേണ്ടി ഈ പ്രസംഗ കൂട്ടിലാണ് കയറി നിന്ന് ചെയ്തിരുന്നത്. അത് അടിയിൽ നിന്ന് നോക്കുമ്പോൾ വ്യാളിയുടെ ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഒരു വായിൽ നിന്ന് ഈ പുഷ്പകൂട് വന്നതുപോലെയുള്ള ഒരു ചിത്രപ്പണിയും അതിൽ 12 സ്ലീഹാമാരുടെ ചിത്രവും കൊത്തിവെച്ചിട്ടുള്ള പ്രസംഗ മണ്ഡപം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇനി മറ്റൊരു അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരുടെയും ശ്രദ്ധയിൽ പെടാത്തൊരു വസ്തുവാണ്. ഈ പ്രസംഗ പീഠത്തിന് തൊട്ട് താഴെ ഈ പള്ളിയുടെ ആരംഭം കുറിച്ച ചെറുമൽ തറവാട്ടുകാരൻ്റെ ഭാര്യയുടെ സംസ്കാരമാണോ അവിടെ നടത്തിയിരിക്കുന്നതെന്ന് സംശയിക്കത്തക്ക വിധത്തിൽ ആ കാലഘട്ടത്തിലെ ലിപിയിൽ, മലയാള ലിപിയിൽ എഴുതിയിരിക്കുന്ന ഒരു ഫലകം അവിടെയുണ്ട്. കരിങ്കല്ലിൽ കൊത്തിരിക്കുന്ന ഒരു ഫലകം കൂടി അവിടെയുണ്ട്. ഈ പിന്നീടാണ് ഈ പള്ളിയുടെ മുൻവശവും നടശാല, മറ്റുള്ള കലാപരമായ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അന്തോണീസ് പുണ്യാളനെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒല്ലുകാർക്ക് ഒരു വാശി തന്നെ. ആ വാശിയിൽ വെച്ച് പഴുവിൽ നിന്ന് അന്തോണീസ് പുണ്യാളനെ കട്ടുകൊണ്ട് വരണമെന്നാണ് ഇവരുടെ ആഗ്രഹം. യാദൃശ്ചികം അവർക്കത് സംഭവിക്കുകയും ചെയ്തു. കാരണം അവിടുത്തെ പഴുവിൽ പള്ളിയുടെ പെരുന്നാളിന് ഒല്ലൂരിൽ നിന്നുള്ള കുറേ പേർ തയ്യാറായിട്ട് തന്നെ ഇങ്ങോട്ട് പോയി. തയ്യാറായി പോയി കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പ്രദക്ഷിണമൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേ പിന്നെ പള്ളിയിൽ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ഇവിടുന്ന് ഒല്ലൂരിൽ നിന്ന് പോയ ആ ജനങ്ങൾ തയ്യാറായിട്ട് തന്നെ ഇതിൽ നിന്ന് പള്ളിയിൽ നിന്ന് ശരിയായിട്ടുള്ള രൂപം അവിടുത്തെ രൂപക്കൂട്ടിൽ നിന്ന് എടുക്കുകയും വഞ്ചിയിൽ കയറ്റി ഒല്ലൂർക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പം അത് ദൈവഹിതം എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. ഈ വഞ്ചി വന്ന പഴുവിൽ നിന്ന് ഒല്ലൂർ വരെ ഈ വഞ്ചി വന്ന വഴിയിൽ ഇപ്പോഴും ചുവന്ന താമരപ്പൂ അല്ലെങ്കിൽ ചുവന്ന അക്കപ്പൂ എന്ന് പറയുന്ന പൂക്കൾ എന്നും വിരിഞ്ഞു നിൽക്കും ഈ വഴിയിൽ. അത് പള്ളിയുടെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇതെന്താ വേണ്ടത്? ചരിത്രം അല്ലേ? ഈ അത് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 1904
പ്രസിദ്ധീകരിച്ച പ്രിന്റ് ചെയ്ത മാസ്റ്റർ ബുക്ക് എൻ്റെ ഉണ്ടായിരുന്നു. ഇത് തന്നെ നല്ല പേരാണ് മാസ്റ്റർ ബുക്ക്, അതിനുള്ള തന്നെയാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഒല്ലൂർ പള്ളി, സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയുടെ ഒരു രത്നച്ചുരുക്കം, അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. ഇതില്